بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين. السلام عليكم ورحمة الله وبركاته. നമ്മുടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചൊന്ന് പരിചയപ്പെടുത്തുക എന്ന നിലക്കാണ് ഞാൻ ഒരു 2 മിനിറ്റ് സംസാരിക്കുന്നത്. 1992 മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നഫറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവരുടെ പേരിലാണ് ഈ സ്ഥാപനം, ഇവിടുത്തെ പള്ളിയും അതിന്റെ കീഴിലുള്ള മദ്രസയും സ്ഥാപിതമായത്. ഈ മഹല്ലിലുള്ള എല്ലാ ജനങ്ങളും അതിനെ സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന് സഹായിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ സംസാരിച്ച് മറ്റ് വിഷയങ്ങളൊക്കെ സെക്രട്ടറി ഇവിടെ ഉണ്ട്, സെക്രട്ടറി ആ കാര്യങ്ങൾ സംസാരിക്കും. കൂട്ടാവ് ജദ്ഫീറുൽ മുസ്ലിമീൻ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ നടത്തുന്നത്. കേരളത്തിനകത്തും പുറത്തും പ്രശസ്തമായിരുന്ന മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ സ്മരണാർത്ഥം മദ്രസത്തുൽ അസ്ലിയ എന്നൊരു മഹനീയ സ്ഥാപനം ഈ കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന മഹല്ല് ജുമാഅത്ത് പള്ളിയും ഈ കമ്മിറ്റിയുടെ കീഴിൽ പല മഹല്ലിലെ നിവാസികൾക്കായിട്ട് പല വിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതിനൊക്കെ ഈ നാട്ടുകാരും മറുനാട്ടുകാരുമായ എല്ലാ ആളുകളും വളരെയധികം സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാറുണ്ട്. മേലിലും ഇത്തരം സഹായങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകുന്നത് ഒരു വിനീതമായ അപേക്ഷ ഞങ്ങൾക്കുണ്ട്. بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم
يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സദസ്സിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാബുഷങ്ങളുടെ പ്രാർത്ഥന നടന്ന ഒരു ബർക്കത്തുള്ള മജ്‌ലിസ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്നോടുകൂടി അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ടും മറ്റാരെയും അല്ലാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ വിലവെക്കാതെയും അല്ലാഹുവിന് എല്ലാം അർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഒരുപാട് പണ്ഡിതന്മാരെ നമ്മുടെ ഈ ഉസ്താദിനെ പോലുള്ള ഇവിടെ പ്രസംഗിച്ച അയൽകളെ പോലുള്ള ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്ത ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു വനഫഅന അല്ലാഹു ബിഹി ഫിദ്ദാറൈൻ മഹാനുഭാവങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ഇൽമിന്റെ ദുആയിലെ നന്മയുടെ സദസ്സാണ് നമ്മുടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ജല്ല ജലാലുഹു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരും ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒരു നീണ്ട സമയം പ്രസംഗിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ ധാരാളം ആളുകൾ വളരെ നേരത്തെ തന്നെ വന്ന് വളരെ നിരാശയോടുകൂടി ഈ സദസ്സിൽ പങ്കെടുത്തത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു ഈ പ്രദേശത്തിനും ഈ പ്രദേശത്തുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സഹോദരന്മാരെ, ലോകത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ധാരാളം മഹാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. ആ മഹാന്മാർ ഇവിടെ അനുസ്മരിക്കപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ കഴിഞ്ഞുപോയ മഹാന്മാരെ സംബന്ധിച്ച് എത്രയോ സ്ഥലങ്ങളിൽ ഓർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുസ്മരിക്കാൻ ആവശ്യപ്പെട്ടതായി കാണാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കാല മൂസ لفتره لا أبرح حتى أبلغ مجمع البحرين أو أمضي القضاء. ഇതിലൂടെ എത്രയോ സ്ഥലങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരെ അവരുടെ സംഭവങ്ങളെ അനുസ്മരിക്കാൻ അടിക്കടി ആവശ്യപ്പെടുന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ധാരാളം സംഭവങ്ങൾ എടുത്തു വിശദീകരിച്ചതായി നമുക്ക് കാണാം. എന്ന് മാത്രം അല്ല, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, സൂറത്ത് നൂഹ്, സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞുപോയ എത്രയോ അമ്പിയാക്കളുടെ പേരിൽ പ്രത്യേകം സൂറത്തുകളിൽ തന്നെ അല്ലാഹു തആല അവതരിപ്പിച്ചതായി നമുക്ക് കാണാം. പോരാ, സൂറത്തുൽ അംബിയാ, അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുന്ന മൊത്തത്തിൽ പറയുന്ന സൂറത്ത് നമുക്ക് കാണാം.
ഔലിയാക്കളിൽപ്പെട്ട പല മഹാന്മാരെ സംബന്ധിച്ചും പണ്ഡിതന്മാരെ സംബന്ധിച്ചും പരാമർശിക്കുന്ന പ്രത്യേകം സൂറത്തുകളിൽ പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്ത് മറിയം, സൂറത്ത് ലുഖ്മാൻ, ഇങ്ങനെ തുടങ്ങി ഔലിയാക്കളെ സംബന്ധിച്ച് വിവരിക്കുന്ന സൂറത്ത്, അവരുടെ പ്രത്യേക പേരിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അവിടെയെല്ലാം അവരുടെ ചരിത്രം പറയുന്നതോടുകൂടി തന്നെ ആ മഹാന്മാർ ഈ ലോകത്ത് പഠിപ്പിച്ച സുന്ദരമായ ആശയം, ആ ആശയത്തിലേക്ക് ജനങ്ങളെ മാറ്റിവെക്കുന്നതും അവരുടെ ആശയങ്ങളെ സംബന്ധിച്ച് അവരെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവരുടെ മഹത്വങ്ങളെക്കുറിച്ച് അവരെ എതിർക്കാൻ പോയവർ, അവരെ അവഗണിച്ചവർ, അവരെ തള്ളിപ്പറഞ്ഞവർ, അവർക്ക് സംഭവിച്ച ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിയായി ഓർമ്മപ്പെടുത്തി അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചു പോകരുത് എന്ന് നമ്മെ താക്കീത് ചെയ്യുന്ന ധാരാളം ആയത്തുകളും പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു തന്നെ പറഞ്ഞു, കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. കഴിഞ്ഞുപോയ മുസ്ലിങ്ങളുടെ ചരിത്രങ്ങൾ, ഓരോരുത്തരുടെ ചരിത്രങ്ങളും അവിടത്തേക്ക് നമ്മൾ പറഞ്ഞു തരുന്നു. എന്തിനാണത്? താങ്കളുടെ അങ്ങയുടെ ഹൃദയത്തിന് സ്ഥിരത ഉണ്ടാകാൻ, ഉറച്ച വിശ്വാസമുണ്ടാകാൻ, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഉറച്ചു നിന്നുകൊണ്ടുള്ള മുന്നേറ്റം ഇസ്ലാമിന്റെ പ്രവർത്തന രംഗത്ത് കാലിൽ ഇടറിപ്പോകാതെ, മനസ്സ് പതറിപ്പോകാതെ, ചിന്ത തെറ്റിപ്പോകാതെ വളരെ സുസ്ഥിരമായ പ്രവർത്തന രംഗത്ത് മുന്നേറാനും അതിനുവേണ്ടിയാണ് മുൻഗാമികളുടെ ചരിത്രങ്ങൾ അങ്ങേക്ക് വിവരിച്ചു തരുന്നത് എന്ന് ഖുർആൻ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹാന്മാരെ അനുസ്മരിക്കപ്പെടണം, അവരുടെ സുദീർഘമായ സംഭവങ്ങൾ വിവരിക്കപ്പെടണം, അവരെ എന്നും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോൾ അവർ മുഖേന അവർ വകയായി, അവർ മുഖേന നമുക്കും കൂടി കിട്ടാൻ അത് കാരണമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പൊറുക്കണം നാഥാ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് മുൻകടന്നുപോയ ആരെല്ലാം ഞങ്ങളുടെ മുൻഗാമികളുണ്ടോ അവർക്കെല്ലാം നീ മാപ്പാക്കണം നാഥാ. നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ നമ്മുടെ പാപം പുറത്തു കിട്ടാൻ അത് കാരണമാകും. അങ്ങനെ നമുക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും ഒരേ സമയത്ത് കൂട്ടിപ്പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുക. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. വിശ്വസിച്ച ഒരു വ്യക്തിയോട് ഞങ്ങളുടെ മനസ്സിൽ നീ വൈരാഗ്യവും വിദ്വേഷവും തന്നേക്കരുത് അല്ലാഹ്. ലോകത്ത് ഈമാൻ കൊണ്ട് അനുഗ്രഹം ലഭിച്ച ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരും ഞങ്ങളും തമ്മിൽ മാനസികമായി പൊരുത്തവും ബന്ധവും സ്നേഹവും നീ ഉണ്ടാക്കിത്തരണം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. വിശ്വസിച്ച ഒരു വ്യക്തികളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വിദ്വേഷവും വൈരാഗ്യവും തന്നേക്കരുത് അല്ലാഹ്. സർവ്വ മുഅ്മിനീങ്ങളും ഞങ്ങളും തമ്മിൽ നല്ല ബന്ധം വേണം, നല്ല മനസ്സ് വേണം. അങ്ങനെ എല്ലാ നല്ലവരുമായും മനസ്സ് ബന്ധപ്പെടുന്നവൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അംഗീകാരമുള്ള മുത്തഖിയായ മുഅ്മിനായ സാലിഹായ മനുഷ്യൻ. നേരെ മറിച്ച് മുൻഗാമികളോട് വൈരാഗ്യം വെച്ചു പുലർത്തുന്നവരും മുൻഗാമികളോട് അസൂയ വെക്കുന്നവരും മുൻഗാമികളായ മഹാന്മാരെ തള്ളിപ്പറയുന്നവരും ഒരിക്കലും തന്നെ അവരുടെ ശില്പിൽ, അവരുടെ കോർവയിൽ, അവരുടെ പട്ടികയിൽ, അവരുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ അവരുണ്ടാവുകയില്ല. സഹോദരന്മാരെ,
നാം ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് തന്ന ഈമാനിന്റെ വെളിച്ചം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അമേരിക്കയുടെ പ്രസിഡന്റിന് അല്ലാഹു തആല അത് കൊടുക്കുകയാണ്, റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ കൊടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മെ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് തെരഞ്ഞെടുത്തു. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാഉ. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് അവനതാ വഴിയിരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് ഈമാനിന്റെ വെളിച്ചം തന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഒരിക്കലും തന്നെ പറഞ്ഞാൽ മതിയാവുകയില്ല, അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. നമ്മെ അല്ലാഹു തആല ഈമാനുള്ളവരാണ്. അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ചു. ഏറ്റവും വലിയ വിഷയം അതാണ്. അടിമയുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. നമ്മെ സൃഷ്ടിച്ചവൻ അല്ലാഹ്, വേണ്ടതെല്ലാം തന്നവൻ അല്ലാഹ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് കഴിവുന്നവൻ അല്ലാഹ്, സംസാരിക്കാൻ ശേഷിക്കുന്നവൻ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്കൊരു മനുഷ്യന്റെ മനസ്സ് തിരിയുക. അവിടെയാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. മനുഷ്യൻ അവിടെയാണ് മനുഷ്യനാകുന്നത്. അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായി തിരിയണം. നിങ്ങൾ ഓർത്തു നോക്കൂ, കാണുന്നവരുടെ കണ്ടു തന്നവൻ ആരാണ്? അല്ലാഹ്. കേൾക്കാനുള്ള കാത് തന്നവൻ ആരാണ്? അല്ലാഹ്. പിടിക്കാനുള്ള കൈ തന്നവൻ ആരാണ്? അല്ലാഹ്. നടക്കാനുള്ള കാല് തന്നവൻ ആരാണ്? അല്ലാഹ്. നമ്മുടെ ഓരോന്നും തന്നവൻ ആരാണ്? ഒരേ മറുപടി മാത്രമാണ്, അല്ലാഹു അല്ലാഹ്. അവനല്ലാതെ കൊടുക്കുന്നവരില്ല, അവനല്ലാതെ തടയുന്നവരില്ല, അവനല്ലാതെ അതിദൂരമുള്ളവരില്ല, അവനല്ലാതെ ഇല്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലൂൻ വകുല്ലു നഈമിൻ ലാ മഹലത സായിലൂൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറുൽ പദ്യം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. എന്താണ് ആ പദ്യം സൂചിപ്പിക്കുന്നത്? അലാ, അറിയണം, കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. ഇവിടെ നാം കാണുന്ന ഭൗതികമായ സർവ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. അല്ലേ, ഇവിടെയുള്ള ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ, എത്ര ഭംഗിയുള്ള പുഷ്പം, പക്ഷേ ഒരു ദിവസം വിടർന്നു വന്ന് ഭംഗിയോടെ നിൽക്കുന്ന പുഷ്പം പിറ്റേ ദിവസം അത് വാടിപ്പോയി. വളരെ നന്നായി ധാരാളം തേങ്ങ തന്നിരുന്ന തെങ്ങി അല്പദിവസം കഴിയുമ്പോൾ തീറ്റയായി അതാ അത് കടപുഴകി വീണുപോയി. സുബ്ഹാനല്ലാഹ്, വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹം കഴിച്ചു. അല്പദിവസം കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം പൊളിഞ്ഞുപോയി. വളരെ ഭംഗിയുള്ള ഒരു വരനെ ഒരു സ്ത്രീ തിരഞ്ഞെടുത്തു. പക്ഷേ ആ വ്യക്തിയുടെ കറുത്ത രോഗങ്ങൾ വെളുത്തുപോയി, മുഖം പൊളിഞ്ഞുപോയി. അല്ലേ, ഏത് വിഷയമെടുത്തോളൂ, വളരെ ഭംഗിയുള്ള വീട് നിർമ്മിച്ചു. അല്പദിവസം കഴിയുമ്പോൾ ഖറാബായി പോയി. നല്ല രുചിയുള്ള ഭക്ഷണമുണ്ടാക്കി. ആ ഭക്ഷണം നാളെയാകുമ്പോഴേക്ക് ചീത്തയായിപ്പോയി. ഇപ്പോൾ കഴിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയുണ്ട്. അല്പം കഴിഞ്ഞ് വയറ്റിലെത്തിയാൽ പിന്നെ അത് ദഹിച്ച് കിട്ടണം എന്ന വിഷമത്തിലാണ്, വേദാറിലാണ്. ദഹിച്ചു കഴിഞ്ഞാലോ നേരത്തെ നല്ല രുചിയുള്ള ഭക്ഷണം ഇപ്പോൾ നജസായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, പിന്നെ അത് തൊട്ട സ്ഥലം കഴുകി വൃത്തിയാക്കേണ്ട തിരക്കിലാണ്. നിങ്ങൾ ആലോചിക്കൂ, ഈ ഭൂമിയിലുള്ള വിഷയം എന്താണ്? ഒരാൾക്ക് അല്ലാഹു തആല അധികാരം കൊടുത്തു. അല്പദിവസം കഴിയുമ്പോൾ അധികാര കഥയിൽ ഇറങ്ങേണ്ടി വരികയാണ്. സുബ്ഹാനല്ലാഹ്,
ഇവിടെയുള്ള ഏത് വിഷയം നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഇവിടെ നിലനിൽപ്പുള്ളത്? ഒന്നിനും ഇവിടെ നിലനിൽപ്പില്ല. ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഒരു കാറിൽ കയറി വന്നു. നിങ്ങളും പലരും കാറിൽ കയറി വന്നവരുണ്ട്, മറ്റു പല വാഹനങ്ങളിലും വന്നവരുണ്ടാകും. പക്ഷേ ചോദിക്കട്ടെ, എല്ലാ ദിവസവും എനിക്ക് കാറിൽ കയറി പോകാൻ പറ്റുമോ? ഇല്ല, ഇല്ല. വളരെ നല്ല ഡീസന്റുള്ള കാറിൽ പോയ മനുഷ്യൻ ഒരു ദിവസം അതാ കാറിൽ നിന്നിറങ്ങി അവൻ മയ്യത്തുകട്ടിൽ കയറേണ്ടി വരുന്നു. വളരെ നല്ല നീക്കുള്ള വസ്ത്രം ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ പോയി എന്റെ ഷർട്ട് ചുളിഞ്ഞിട്ടുണ്ടോ, എന്റെ തുണി ചുളിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയ മനുഷ്യൻ അതാ 3 കഷ്ണം തുണിയിൽ കഫൻതുണിയിൽ പൊതിയപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്ന് മുഖമെല്ലാം നീക്കിയിരുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ കണ്ണിന്റെ നേരെ, അവന്റെ മൂക്കിന്റെ നേരെ, അവന്റെ തൊള്ളയുടെ നേരെ അതാ പരത്തി വെക്കുന്നു. സ്വർണത്തിന്റെ മോതിരം ധരിച്ചവരുണ്ട്, പക്ഷേ ആ മോതിരം ഊരിവെച്ചുപോയി. ഓ മുസ്ലിമീങ്ങളെ, സ്വർണത്തിന്റെ ആഭരണം പുരുഷന്മാർക്ക് ഹറാമാണ്, സ്ത്രീകൾക്കത് അനുവദനീയമാണ്. പുരുഷന്മാർക്ക് ഹറാമാണ്, അത് മോതിരമാണെങ്കിലും മാലയാണെങ്കിലും എന്താണെങ്കിലും ഹറാമാണ്. പൊന്ന് ചേർത്തുണ്ടാക്കിയ വസ്തുവും അത് വൃത്തിയാൻ പൊന്ന് കിട്ടുന്ന വസ്തുവാണെങ്കിൽ അത് പുരുഷന്മാർക്ക് ഉപയോഗിക്കൽ ഹറാമാണ്. വെള്ളിയുടെ ആഭരണങ്ങളും പുരുഷന്മാർക്ക് ഹറാമാണ്. വെള്ളിയിലെ ഒരു മോതിരം മാത്രം, ചെറുവിരലിന് മാത്രം സുന്നത്താണ്. മറ്റു വിരലിനേക്കാൾ സുന്നത്തില്ലെന്ന് മാത്രമല്ല, കറാഹത്താണോ ഹറാമാണോ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഒന്നിലധികം മോതിരം വെള്ളി മോതിരം ധരിച്ചാൽ ചിലർക്കൊരു ധാരണ, കുറെ വെള്ളി മോതിരം ധരിച്ചാൽ ഔലിയാവുന്നൊരു ധാരണയാണ്. അല്ല, അത് തെറ്റാണ്. ഒന്നിലധികം വെള്ളി മോതിരം ധരിക്കുന്നത് തെറ്റാണ്, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് വെള്ളിയുടെ ഒരേ ഒരു മോതിരം അത് ഇടത് കൈയിന്റെ ചെറുവിരലിനോ വലത് കൈയിന്റെ ചെറുവിരലിനോ ധരിക്കുന്നത് പുരുഷന്മാർക്ക് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിച്ചിട്ടുണ്ട്. വലത് കൈയിന്റെ ചെറുവിരലിനാണ് കൂടുതൽ നല്ലതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കെന്റെ സ്ത്രീകൾക്ക് പട്ട് അനുവദനീയമായതുപോലെ സ്വർണവും വെള്ളിയും അവർക്ക് അനുവദനീയമാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, സ്വർണത്തിന്റെ മോതിരങ്ങളും സ്വർണത്തിന്റെ ആഭരണങ്ങളും ധരിച്ച സ്ത്രീകൾ അവരുടെ ശരീരങ്ങളിൽ നിന്നും സ്വർണാഭരണങ്ങൾ ഊരിപ്പോയി, വെള്ളിയുടെ മോതിരം ഊരിപ്പോയി, കയ്യിന്റെ വാച്ച് ഊരിപ്പോയി, കണ്ണട ഊരിവെച്ചുപോയി, പിന്നെയോ വിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി. അല്ലേ, അങ്ങനെ ഒരു സമയം വരാനില്ലേ? ഇനിയും നിങ്ങൾ നോക്കൂ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നല്ല വെള്ള വസ്ത്രം ധരിച്ചിറങ്ങി വരുമ്പോ ഒരൽപ്പം ചളി പിടിച്ചു പോയാൽ അതാ എന്റെ ഭാര്യയോ മക്കളോ എന്റെ ശിഷ്യന്മാരോ വന്ന് വെള്ളമെടുത്ത് പുസ്താതെ കഴുകി കഴിയുമെന്ന് പറയാൻ വെള്ളവും കൊണ്ട് ഓടി വരികയാണ്. എന്നാൽ പറയട്ടെ, ഈ പാവപ്പെട്ട എന്റെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് അവരിൽ കൊണ്ടുപോയി വെക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം എന്റെ ശിഷ്യന്മാർ, എന്റെ സന്താനങ്ങൾ, എന്റെ കുടുംബങ്ങൾ, എന്റെ അയൽവാസികൾ, എന്റെ പ്രിയപ്പെട്ടവർ അവർ ചെയ്യുന്നതെന്താണ്? അവർ ചെയ്യുന്നത് എന്റെ മുഖത്ത് നിന്ന്, കവിൾത്തടത്തിന്റെ ഭാഗത്ത് നിന്ന് തുണിയൽപ്പം നീക്കിയിട്ട് 10 മൊഴിയിൽ പറഞ്ഞൊരു സുന്നത്തുന്നത് നിർവഹിക്കുകയാണ്. നനഞ്ഞ മണ്ണുമായി അതാ എന്റെ കവിൾത്തടം ചേർത്ത് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതെനിക്ക് വരാനുള്ള ഒരു സന്ദർഭമാണ്, നിങ്ങൾക്കും വരാനുള്ളൊരു സന്ദർഭമാണ്. ഇവിടെ ഓർക്കണം, ഇവിടെ എന്തിനാണ് നിലനിൽപ്പുള്ളത്? സൗന്ദര്യത്തിന് നിലനിൽപ്പില്ല, ആയുസ്സിന് നിലനിൽപ്പില്ല, ഭക്ഷണത്തിന് നിലനിൽപ്പില്ല, ആരോഗ്യത്തിന് നിലനിൽപ്പില്ല, കറുത്ത രോഗത്തിന് നിലനിൽപ്പില്ല, ജീവിതത്തിന് നിലനിൽപ്പില്ല. അതേമാണെന്തും ഇവിടെയുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്. അതേ സമയത്ത് നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ, നിലനിൽക്കുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു ജല്ല ജലാലുഹു വൽ-അവ്വലു വൽ-ആഖിറു. അവനതേ, അവൻ തുടക്കമില്ലാതെ ഉള്ളവനാണ്, അവനെന്നും ഉള്ളവൻ തന്നെയാണ്, അവന് നാശമില്ല. ഹയ്യുൻ ഖദീറുൻ ഖാദിറുൻ മുരീദ് സമീഉ ബസീറുൻ
അവനെന്നും ഹയാത്തുള്ളവനാണ്, അവനെന്നും സ്വയം തന്നെ കഴിവുള്ളവനാണ്. നമുക്കുള്ള കഴിവുകളൊക്കെയും അവൻ തരുന്നത് മാത്രമാണ്. ലോകത്ത് ഏത് മലക്കിനാണെങ്കിലും ശരി, ഏത് ലഭിക്കാണെങ്കിലും ശരി, ഏത് വലിയനാണെങ്കിലും ശരി, ഏത് എഞ്ചിനീയർക്കാണെങ്കിലും ശരി, ഏത് ഡോക്ടർക്കാണെങ്കിലും ശരി, ഏത് വൈദ്യർക്കാണെങ്കിലും ശരി, ഏത് വ്യക്തിക്കാണെങ്കിലും ഭരണാധികാരിക്കാണെങ്കിലും, ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും പണക്കാരനാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും ശരി, ആർക്ക് എന്തുണ്ടോ അത് മുഴുവനും അല്ലാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. സ്വന്തമായി ആർക്കും ഒന്നുമില്ല. സ്വന്തമായുള്ളവൻ ഒന്നേ ഉള്ളൂ. അവനാണ് ഹയ്യും അവനെന്നും ഹയാത്തുള്ളവനാണ്. അവനെല്ലാ കാര്യങ്ങളും ഒരുപോലെ അറിയുന്നവനാണ്. അവനത് മറഞ്ഞതെന്നോ കഴിഞ്ഞതെന്നോ വ്യത്യാസമില്ല. വരുന്നതെന്നോ കഴിഞ്ഞതെന്നോ നടക്കുന്നതെന്നോ വ്യത്യാസമില്ല. അവനെല്ലാം അറിഞ്ഞിരിക്കുന്നവനാണ്. അവന്റെ അറിവ് എന്റെ അറിവ് പോലെയല്ല. എന്റെ അറിവ് യഥാർത്ഥത്തിൽ അറിവല്ല. കാരണം എനിക്കെന്തറിയാമോ അത് അവൻ അറിയിച്ചു തന്നിട്ടുള്ള അറിവ് മാത്രമാണ്. അവനത് മറപ്പിച്ചാൽ ഞാൻ മറന്നുപോയി, അവൻ ഓർമ്മിപ്പിച്ചാൽ എനിക്ക് ഓർമ്മ വന്നുപോയി. എനിക്ക് സ്വന്തം ഓർമ്മിക്കാനും കഴിയില്ല, മറക്കാനും കഴിയില്ല. മറക്കണം എന്ന് വിചാരിക്കുന്ന പലതും മറക്കാൻ കഴിയുന്നില്ല. വാഹനത്തിൽ ഓടുന്ന സമയത്ത് പേടിച്ച് ഞെട്ടിവിറക്കുന്നു. എന്തേ കാരണം? മുമ്പ് ആക്സിഡന്റിൽ പെട്ടപ്പോൾ നേരെ വന്ന് കാറിൽ വന്ന് ബസ്സിടിക്കുന്നത് മനസ്സിൽ പതിഞ്ഞുപോയി. അത് മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ എത്ര ഓർമ്മിച്ചിട്ടും നീങ്ങി കിട്ടുന്നില്ല. മറക്കാൻ ഉദ്ദേശിച്ചത് മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഓർമ്മിക്കണമെന്ന് മനസ്സിലാക്കി ഞാൻ പലതും മനഃപ്പാഠം പഠിച്ചു. പക്ഷേ എനിക്കത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. എന്റെ ഓർമ്മ എന്റെ നിയന്ത്രണത്തിലല്ല, എന്റെ മറവി എന്റെ നിയന്ത്രണത്തിലല്ല. വാഹനം ഓടിച്ചു പോകുന്ന മനുഷ്യൻ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വീട്ടിലെത്തണമെന്ന് കരുതി വണ്ടി ഓടുന്നു. ആ വണ്ടി ഓടിക്കുന്നതിൽ അറിയാതെ ഉറങ്ങിപ്പോയി. കാരണം ഉറക്കം അവന്റെ നിയന്ത്രണത്തിലല്ല. അതേ സമയത്ത് ഒന്ന് ഉറക്കി വരണമെന്ന് മനസ്സിലാക്കി ഉസ്താദേ എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. ഇന്നലെയോ മിനിഞ്ഞാന്നോ ബഹ്റൈനിൽ നിന്നാണ് ഞാൻ ഓർക്കുന്നു. ഒരാൾ സങ്കടം പറയുന്നു, ഉസ്താദേ ഉറക്കി വരുന്നേയില്ല, ഞാൻ വളരെ വിഷമത്തിലാണ്. അല്ലാഹുവേ അദ്ദേഹത്തിനും അതുപോലെ മാനസികമായ അസ്വസ്ഥതയുള്ള ഉറക്കം വരാതെയുള്ള ഏത് സ്ത്രീ പുരുഷന്മാരുണ്ടോ നിന്റെ ഹബീബായവരുടെ ഉമ്മത്തുകളിൽ അവർക്കെല്ലാവർക്കും നീ മനസ്സമാധാനം നൽകണേ റഹ്മാനേ. ആവശ്യമായ ഉറക്കം നൽകണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, ഉറക്കം നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഉണർവ് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ചിരിപ്പിക്കുന്നവൻ അല്ലാഹ്, കരയിപ്പിക്കുന്നവൻ അല്ലാഹ്. കരച്ചിലും നമ്മുടെ നിയന്ത്രണത്തിലല്ല, ചിരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്തിനും പറയണം എന്നില്ല. അടുത്ത നിമിഷം എന്റെ കഥ എന്താണ്? അടുത്ത മണിക്കൂറിൽ എന്റെ അവസ്ഥ എന്താണ്? അടുത്ത ദിവസം ഞാൻ എവിടെയാണ്? ചോദിച്ചാൽ പറയാനാർക്ക് കഴിയും? ഇല്ല, ഇല്ല, അറിവില്ല. അല്ലാഹ് നിങ്ങൾക്കറിയില്ല. അറിവുള്ളവൻ ഒന്നാണ്, കഴിവുള്ളവൻ ഒന്നാണ്, തീരുമാനിക്കുന്നവൻ ഒന്നാണ്, നടപ്പാക്കുന്നവൻ ഒന്നാണ്, നിയന്ത്രിക്കുന്നവൻ ഒന്നാണ്. അറിയാൻ എല്ലാം ഒന്നാണ്. ആ ഒന്നിൽ നിന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലുൻ വകുല്ലു നഈമിൻ ലാ മഹാലത സായിലൂൻ. ഈ ചിന്തയിൽ ലയിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ ചിന്ത
ചിന്തയിൽ വളർന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലും അവരുടെ നാവിലും എപ്പോഴും അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ്. ആ ചിന്തയിലാണ് മനുഷ്യന്റെ മനസ്സ് ബന്ധിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഉമ്മമാരെ പ്രസവിക്കപ്പെട്ട ഉടനെ ഒരു കുട്ടിക്കാദ്യം നിന്ന് കൽപ്പിക്കേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. അല്ലാഹുവിന്റെ പേരാദ്യം കേൾക്കണം. മരിക്കുന്ന സമയത്ത് ചൊല്ലിക്കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം കേൾക്കേണ്ടത് അല്ലാഹ്, അവസാനം കേൾപ്പിക്കേണ്ടത് അല്ലാഹ്, അവസാനം ഉച്ചരിക്കേണ്ടത് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ശബ്ദം ഒരു കുട്ടിയുടെ ചെവിട്ടിൽ ആദ്യം തന്നെ കേൾക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചെവിട്ടിൽ വലത് ചെവിട്ടിൽ നാം കൊടുക്കണം, ഇടത് ചെവിട്ടിൽ എമ്മാമത്ത് കൊടുക്കണം. അതിന് മുസ്ലിയാരെ തെരഞ്ഞു പിടിക്കേണ്ടതില്ല, പുരുഷന്മാരെ നോക്കി പരതേണ്ടതില്ല. സ്ത്രീകളെ നിങ്ങൾക്കും ആ ബാങ്ക് വിളിക്കാം. വലത്തെ ചെവിട്ടിൽ ബാങ്ക്, ഇടത്തെ ചെവിട്ടിൽ എമ്മാമത്ത്. അതിൽ പുരുഷനാകണമെന്നില്ല, സ്ത്രീകൾക്കും ആ ബാങ്ക് വിളിക്കാം. അതേ സമയത്ത് ഓ ഉമ്മമാരെ, നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ പങ്കുവിളിക്കാൻ പാടില്ല. നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഉറക്ക പങ്കുവിളിച്ചാൽ അത് ഹറാമാണെന്ന് പറയും പണ്ഡിതന്മാർ. കാരണം എന്റെ സ്ത്രീകളുടെ ശബ്ദം പുറത്തു കേൾക്കേണ്ട ശബ്ദമല്ല. ഇപ്പോൾ അതാ ഹജ്ജിന് പോകുന്ന തിരക്കിലാണ് പലരും. അല്ലാഹുവേ ഹജ്ജിന് മുമ്പെയും കരുതിയവർ, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിനെ ഉദ്ദേശിച്ചവർ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട നിലയ്ക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് അവരവരുടെ കേന്ദ്രത്തിൽ തിരിച്ചെത്താൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്ന ദീൻ, ആ ദീനനുസരിച്ച് ഹജ്ജിന് പോകുന്നവർ തൽബിയത്ത് ചൊല്ലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ നിനക്ക് ഉത്തരം ചെയ്യുന്നു, വീണ്ടും ഉത്തരം ചെയ്യുന്നു. ആ തൽബിയത്തുണ്ടല്ലോ, അത് സ്ത്രീകൾക്കും സുന്നത്താണ്, പുരുഷന്മാർക്കും സുന്നത്താണ്. ഇഹ്റാം കെട്ടിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണത്, വലിയ പ്രതിഫലമുള്ള ദിക്റാണത്. അത് 3 തവണ ഒന്നിച്ച് ചൊല്ലനാണ് സുന്നത്ത്. അത് കഴിഞ്ഞ ഉടനെ സലാത്തിയുള്ള സുന്നത്തുണ്ട്. അത് കഴിഞ്ഞ ഉടനെ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കൽ സുന്നത്തുണ്ട്. ഇപ്പോഴത്തെ ഇതിലൊക്കെ ഹജ്ജിനെ സംബന്ധിച്ച് സംസാരിച്ച സീരിയൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളോട് ഓർക്കണം ഉമ്മമാരെ, പുരുഷന്മാർ ഓർക്കെ തെൽബിയത്ത് ചൊല്ലണം, സ്ത്രീകൾ പതുക്കെ തെൽബിയത്ത് ചൊല്ലണം. സ്ത്രീകൾ ഓർക്കെ തെൽബിയത്ത് ചൊല്ലാൻ പാടില്ല. ഇതുപോലെ നിങ്ങൾക്ക് കാണാം, സഫാ മർവ എന്ന് പറയുന്ന 2 കുന്നുകൾക്കിടയിൽ നടക്കേണ്ടതുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. സഫാ മർവയുടെ ഇടയ്ക്ക് ഹജ്ജും ഉംറയും ചെയ്യുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതാ നടക്കേണ്ടതുണ്ട്. 7 നടത്തം ആവശ്യമുണ്ട്. അങ്ങോട്ടൊന്ന്, ഇങ്ങോട്ട് 2, അങ്ങനെ 7 നടത്തം. ആ നടത്തത്തിനിടയിൽ പ്രത്യേകം ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു പച്ച ലൈറ്റ് കാണാം. ആ സ്ഥലത്തെത്തി കടുത്ത പച്ച ലൈറ്റ് വരെ പുരുഷന്മാർ സ്പീഡിൽ ഓടുന്ന ശൈലിയിൽ, ഓട്ടമല്ല അതേസമയം അല്പം സ്പീഡിൽ അവർ ഓടുന്ന രൂപത്തിൽ പോകണമെന്നാണ്. അവിടെയും നിയമം എന്താണ്? അവിടെയുള്ള നിയമം അതേ പുരുഷന്മാരോടണം, സ്ത്രീകൾ നടക്കാനേ പാടുള്ളൂ എന്നാണ്. കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് ശേഷം ശരിയുള്ള തവാഫാണെങ്കിൽ പുരുഷന്മാർ അവിടെ അതാ ഒരൽപ്പം തുള്ളി നടക്കേണ്ടതുണ്ട്. ആ നടത്തം പ്രത്യേകം സുന്നത്തുണ്ട്. ആ നടത്തവും പുരുഷന്മാർക്കേ ഉള്ളൂ, സ്ത്രീകൾക്കില്ല. കാരണം സ്ത്രീകൾ തുള്ളേണ്ടവരല്ല, സ്ത്രീകൾ ഓടേണ്ടവരല്ല, സ്ത്രീകൾ ശബ്ദിക്കേണ്ടവരല്ല. അത്
ഇസ്ലാം പടച്ചവൻ സ്ഥാപിച്ച മതമായതുകൊണ്ട് പടച്ചവന്റെ മതം പ്രകൃതിയോട് യോജിച്ച മതമാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ, അല്ലാതെ നിങ്ങളെ അവഗണിച്ചതല്ല. സ്ത്രീകൾക്ക് കംപ്ലൈന്റ് വേണ്ട. നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ വളർത്തുന്ന കോഴികളിൽ പൂവൻ കോഴി കൂടാറുണ്ടോ? മക്കളെ പൂവൻ കോഴി കൂടാറില്ല ഇല്ലേ? പിടക്കോഴി പൂവോ? അതിന്റെ കാരണം എല്ലാ കോഴികളും ദുനിയതായിട്ടുണ്ട്. അപ്പോ പിടക്കോഴി പോകുന്നില്ല. കാരണം അത് പ്രകൃതി എങ്ങനെയാണ്? പ്രകൃതിയുടെ അതിന്റെ നയം തന്നെ എങ്ങനെയാണ്? പൂവൻ കോഴി വാക്കിലേ പോവുക. പൂവൻ കോഴി ഭക്തി ഇല്ല. പക്ഷേ പൂവൻ കോഴി ഭക്തി മാറില്ല. കാരണം 10 വേണ്ടി ബാങ്ക് കൊടുക്കുമ്പോൾ ഏറെ സ്ഥലത്ത് കയറിയിട്ട് കൊടുക്കണം. പൂവൻ പലപ്പോഴും പോകുന്ന സമയത്ത് പൂവൻ ചെയ്യുമ്പോൾ കയറിക്കാൻ കൊടുക്കുക. ഏതെങ്കിലും ഒരു പുഴപ്പുറത്ത് കയറിയിട്ട് അല്ലെങ്കിൽ ഒരു പൂവന്റെ പുറത്ത് കയറിയിട്ട് പൂപ്പരും പലപ്പോഴും പോകുക. കാരണം 10 വേണ്ടല്ലോ ബാങ്ക് കൊടുക്കുമ്പോൾ ഒക്കെ വേണം. പൂവൻ കോഴി ചില സംഗതിയില്ല. പൂവൻ കോഴി പോകുന്നത് കേട്ടാൽ പറഞ്ഞിട്ടുണ്ട്. പൂവൻ കോഴിയുടെ കൂക്ക് കേട്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മലക്കിൽ കണ്ടിട്ടാണ് പോകുന്നതാണ്. അപ്പൊ പൂവൻ കോഴിയുടെ കൂക്ക് അത് വാങ്ങിയല്ല, അത് വിൽക്കണം. അത് വാങ്ങ. അത് വാങ്ങാനൊരു വധുവുണ്ട്. നമ്മൾ പറഞ്ഞല്ല, ഒന്നും കാര്യമേക്കറിയില്ലേ? ശരിക്ക് പരീക്ഷണത്തിൽ കൃത്യമായി വാങ്ങിന്റെ സമയത്ത് പോകുന്ന കോഴിയുടെ കൂക്ക് കേട്ടിട്ടും നിശ്ചയിക്കാനാണ്. അത് ശരിക്കും ഏതെങ്കിലും ലെവലില്ലാത്ത കോഴിയല്ലോ. കൃത്യമായി പോകുന്ന കോഴി ഒന്നും ലെവലില്ലാത്ത കാലമാണ്. ഇവിടെ നോക്കുമ്പോ 4 കൂട്ടങ്ങൾ ഒന്നായിട്ട് മുന്നണിയായിട്ട് പോകും. എന്താണ് പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിൽ നായനെ കണ്ട കുറുക്കൻ ഏതോട്ടം കൊടുക്കുന്നത്. ഇപ്പൊ 2 വർഷം മുന്നണിയായിട്ട് പോകുന്നത് യാതൊരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെ പോയി. ഞാൻ പറഞ്ഞത് ശരിക്കും കൃത്യമായി കൂക്കുന്ന കോഴി, ആ കോഴിയുടെ കൂക്ക് കേട്ടിട്ട് നിശ്ചയിക്കാവുന്നുണ്ട്. അത്രയും ഗൗരവമുണ്ട്, അതിന് പരിഗണനയുണ്ട്. ആ പൂവൻ കോഴി ഉറക്കെ പോകുന്നു. അതേ സമയത്ത് പിടക്കോഴി ഉറക്കെ പോകൂല. കാരണം പിടക്കോഴി പതുക്കെ വിക്രുകളിലും വിക്രൊഴിവാക്കൂല. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ഇഹാമത്ത് കൊടുക്കൽ സുന്നത്താണ്, ബാങ്ക് കൊടുക്കൽ പാടില്ലാത്തതാണ്. ഇഹാമത്തുറക്കും സുന്നത്താണ്, ഇഹാമത്ത് പതുക്കെ കൊടുക്കുന്നതാണ്, ബാങ്ക് ഉറക്കെ കൊടുക്കുന്നതാണ്. ബാങ്ക് കൊടുക്കുന്ന മുസ്ലിയാരാണെന്നല്ല കൊടുക്കുന്നവരെ നോക്കൽ സുന്നത്താണ്. ബാങ്ക് കൊടുക്കുന്നവരെ നോക്കൽ സുന്നത്താണ്. എപ്പോഴും അല്ല, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മാത്രം. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്ന ആളെ ശബ്ദം കേൾക്കൽ സുന്നത്താണ്. ഇത് രണ്ടിനും പെണ്ണ് പറ്റൂല. പെണ്ണ് ബാങ്ക് കൊടുക്കുമ്പോൾ നോക്കാനും പറ്റൂല. അവളതാ ഈണത്തിൽ ബാങ്ക് കൊടുത്താൽ കേൾക്കാനും പറ്റൂല. അതുകൊണ്ട് പെണ്ണിന് ബാങ്ക് കൊടുക്കൽ ഹറാമാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അതാ പുരുഷന്മാർക്ക് ബാങ്കുകളെ പ്രധാനപ്പെട്ട അമലാണ് ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ ബാങ്ക് കൊടുക്കുന്നതിനാണ് ബഹുമാനമെന്ന് വരെ പറഞ്ഞ എത്രയോ പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ പോലും ബാങ്ക് കൊടുക്കുന്നവരെ പറ്റിയാണ് ഏറ്റവും നല്ല വാക്ക് പറയുന്നവരെന്ന് ഖുർആൻ പറഞ്ഞു സൂചിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബാങ്ക് അത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കില്ല. സ്ത്രീകൾക്കും വിളിക്കുന്ന സുന്നത്തുണ്ട്. പഴക്കോഴികളെ ഏറ്റവും കൂടുതൽ വിക്രികളിൽ ഏർപ്പെടാവുന്നതാണ്. അത് കോഴി മുട്ടയിടാൻ പോകുന്ന സമയത്താണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഗർഭിണികൾ ധാരാളം വിക്രി കൊല്ലണമെന്നാണ്. കോഴിമുട്ട ഇടുകയാണ്. അതേതാ? അത് കോഴിമുട്ട 2 സൈസിക്കുന്നത്. ഒന്ന് നല്ല മുട്ട, കേടില്ലാത്ത മുട്ട, നല്ല പോഷകങ്ങളുള്ള നല്ല കോഴിമുട്ട. അത് ഉമ്മ കൊല്ലി തന്നാലും ഉമ്മ അമ്പളെ കെട്ടി തന്നാലൊക്കെ തിന്നാലെ ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനത്തെ നല്ല കോഴിമുട്ടയുണ്ട്. കോഴിമുട്ട, ആ കോഴിമുട്ട അത് നല്ല മുട്ട. നല്ല മുട്ട. അതിന്റെ കളർ എന്താ? അതിന്റെ കളർ നല്ല വെള്ളക്കുപ്പായം തന്നെ. നല്ല വെള്ളക്കുപ്പായം തന്നെ. നല്ല വെള്ള വസ്ത്രം ധരിച്ച കോഴിമുട്ട. പക്ഷേ ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, ആ വസ്ത്രം മാത്രം നന്നായാൽ മതിയോ? അതേ കോഴിമുട്ട തന്നെ കേടുവന്നാലോ? കേടുവന്ന ഡ്രസ് രണ്ടും വെള്ളയാണ്. പക്ഷേ ഒന്ന് കേടുവന്ന മുട്ടയാണ്, ഒന്ന് നല്ല മുട്ടയാണ്. കേടുവന്ന മുട്ട ചക്ക കേടുവന്നതുപോലെയല്ല.
ചക്ക കേട് വന്നാൽ കുറച്ചൊക്കെ മുറിച്ചിട്ട് കുറച്ചൊക്കെ തിന്നാനുണ്ടാകും. മുട്ട കേട് വന്നാൽ നല്ലൊരു ചീത്തയേതാണ്, പണ്ഡിതന്മാര് ചീത്തയായ മാതിരിയാണ്, പിന്നെ ഒന്നിനും പറ്റുകയില്ല. ഡ്രസ് വെള്ളയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളയാണ് രണ്ടിന്റെയും ഡ്രസ്. കേടുള്ള മുട്ടയുടെ ഡ്രസ്സും വെള്ളയാണ്, കേടില്ലാത്ത മുട്ടയുടെ ഡ്രസ്സും വെള്ളയാണ്. പക്ഷേ ഒന്ന് ഹൃദയത്തിന് കേടുള്ളതും ഹൃദയത്തിന് കേടില്ലാത്തതുമാണെങ്കിൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. യൗമലായം മനസ്സ് ക്ലിയറുള്ളവർക്കേ പടച്ചറപ്പിന്റെ വീട്ടിൽ രക്ഷ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഞാൻ നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പിച്ചില്ലേ, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു. അതേ സ്വന്തം മകനോട് മഹാനവറുകൾ വഅദ് പറഞ്ഞ സംഭവം പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അവിടെ നോക്കൂ, അത് ലുഖ്മാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ ബദുൽ ഖർനൈനി ലം യുറഫിയ കദാ ലുഖ്മാൻ ഫഹദർ ഇൻജിനാനി. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ പ്രധാനമായി എടുത്തു പറഞ്ഞ വലിയ കറാമത്തുള്ള വലിയ മഹത്വമുള്ള രണ്ട് വ്യക്തികളാണ്. ആ രണ്ട് വ്യക്തികളും നബിയായി അറിയപ്പെട്ടിട്ടില്ലെന്ന് മധുരമായി പറഞ്ഞു. നബി അല്ലെന്നൊക്കെ വാക്കിൽ പറയുന്നില്ല. കാരണം നബിയാണെങ്കിൽ ഒരു നബിയുടെ അനുഭവത്തിൽ നിഷേധിച്ച കുഴപ്പം വേണ്ട, നബിയാണെന്ന് പറയാൻ തെളിയില്ല. അതുകൊണ്ട് അവർ നിരുവതും പറഞ്ഞു ആ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹുവിന്റെ മഹത്വം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ദുൽഖർനൈനിയുടെ ചരിത്രം പറഞ്ഞു. അവർക്ക് വലിയ പണ്ഡിതന്മാരാണ്. അതേസമയത്ത് അതേ പരിശുദ്ധ ഖുർആൻ വേറൊരു മഹാപണ്ഡിതന്റെ ചരിത്രം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടുന്ന പണ്ഡിതൻ, ലൗഹുൽ മഹ്ഫൂസ് നോക്കി വിവരം പറയുന്ന പണ്ഡിതൻ. ആ പണ്ഡിതന്റെ പേരാണ് അതേ ആ പണ്ഡിതന്റെ പേരാണ് എന്തായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത്? അല്ലാഹു ബഹുമാനിച്ച കരീമുല്ലാഹി മൂസാ, ആ മൂസാ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാതിരിക്കും. മൂസാ നബിക്ക് സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം പണത്തിന്റെ കൊഴുപ്പ് കണ്ടപ്പോ, പൊന്നിന്റെ കട്ടി കണ്ടപ്പോ അതിന്റെ പിന്നാലെ കൂടിപ്പോയി. അതിന്റെ പേരിൽ അതേ ആ പറഞ്ഞ വലിയ പള്ളിയിൽ ഉടനെ ഉത്തരവിട്ടുന്ന പണ്ഡിതൻ തീരെയും അതപ്പതിച്ചുപോയി. അവന്റെ അതപ്പതനം പരിശുദ്ധ ഖുർആൻ നായയെ പോലെ എന്നാണ് ഉദാഹരിച്ചത്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്റെ പറ്റിയത്? മനസ്സ് നന്നായില്ല, പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിയുന്നതിന് പകരം ദുനിയാവിലേക്ക് മനസ്സ് തിരിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ അതപ്പതിച്ചുപോയി. അങ്ങനെ എത്ര ആളുകൾക്കാണ് സംബന്ധിച്ചുള്ള മോഹക്കാവട്ടെ. ഓർക്കണം, മനസ്സിലേക്കാണ് മോഹത്തിന്റെ നോട്ടം. മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സ് കൂടാതെ ഒരു മനുഷ്യനും വിജയിക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയുന്നത് കൊണ്ടല്ലാതെ മനസ്സ് പ്രകാശിക്കുകയില്ല, മനസ്സ് തീരാവുകയില്ല. അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയുകയാണ് വാസ്തവത്തിൽ ഈമാനിന്റെ അടിത്തറ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദിക്റാണ് വാങ്ങി. പക്ഷേ അത് ഉറക്കെ കൊടുക്കുന്ന വിഷയമായതുകൊണ്ട് നിസ്കാരത്തിന്റെ വാങ്ങ് സ്ത്രീകൾക്കില്ല. അതേസമയത്ത് കുട്ടിയുടെ ചുവട്ടിലുള്ള വാങ്ങ് അത് കേവലം ദിക്റാണ്, അതിൽ അറിയിപ്പിന്റെ ധ്വനിയില്ല. അതുകൊണ്ട് മറ്റൊരാൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന പ്രശ്നമില്ല. ഈ പിഞ്ചുകുഞ്ഞിന് കേട്ടതുകൊണ്ടൊരു കുഴപ്പവും വരാനുമില്ല. അതുകൊണ്ട് അത് സ്ത്രീകൾക്കും കൊടുക്കാമെന്നാ പറഞ്ഞത്. എന്നാൽ സ്ത്രീകളെ ധാരാളം നിങ്ങൾ ദിക്റുചൊല്ലണം. ഞാനിവിടെ വന്നപ്പോ നിന്റെ സംഘാടകരൊക്കെ എന്നോട് പറഞ്ഞു സ്ത്രീകളാണ് വളരെ കൂടുതലുള്ളത്. സ്ത്രീകളോട് വസിയത്തായി പറയട്ടെ, ധാരാളം നിങ്ങൾ അല്ലാഹുവിനെ ദിക്റുചൊല്ലണം. പിഴക്കോഴികൾ എത്രയാ ദിക്റുചൊല്ലുന്നത്? പക്ഷേ പതുക്കെയാണ്, പതുക്കെ ധാരാളം ദിക്റുചൊല്ലും. ആ പിഴക്കോഴികളെ ഏറ്റവും കൂടുതൽ ദിക്റുചൊല്ലുന്നത് എപ്പോഴാവുമാരെ? അത് കോഴി മുട്ടയിടാൻ പോകുന്ന സമയത്താണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഗർഭിണികൾ ധാരാളം ദിക്റ് ചൊല്ലണമെന്നാണ്. മുട്ടയിടാൻ പോകുന്ന കോഴി അതല്ലേ കൂടുതൽ ദിക്റ് ചൊല്ലുന്നത്? എത്രയാ ദിക്റ് ചൊല്ലുന്നത്?
അതിന്റെ പഠിപ്പിക്കുന്നത് ഗർഭിണിയായ സ്ത്രീകൾ ധാരാളം ദിക്റുചൊല്ലണം. എന്തേ കാരണം? ഗർഭിണിയായ പെണ്ണിന് അവളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇവിടെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോവുകയാണ് ആ ഉമ്മ. ഓ ഉമ്മമാരേ, കുട്ടികളെ പ്രസവിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. അത് ചെറിയ ഭാഗ്യമല്ല, വലിയ ഭാഗ്യമാണ്. നിങ്ങൾക്ക് എത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളായ മക്കളെ പ്രസവിക്കാൻ നിങ്ങൾ തന്ന ഭാഗ്യം തരുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ഭാഗ്യവതികളാണ്. നിങ്ങളെ മുന്നിൽ ഈ ഏത് കക്ഷികൾ വന്ന് നിങ്ങൾ പ്രസവം നിർത്തണം, നിങ്ങളുടെ ഗർഭം നിർത്തണം എന്ന് പറഞ്ഞാൽ അതിന് വഴിപ്പെട്ടു പോകുന്ന സ്ത്രീകൾ നിങ്ങൾ പെട്ടുപോകരുത്. പുരുഷന്മാർക്ക് നിർദ്ദേശം നൽകിയത് തന്നെ ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്ന പെണ്ണിനെ, ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കണം എന്നാണ്. അങ്ങനെ അവസാനം കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇവിടെ എത്ര പ്രസവിക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ ഭർത്താവിനെ സ്നേഹിക്കുമെങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ പിന്നെ സെക്കൻഡ് വാങ്ങേണ്ടി വരില്ലേ? അതുകൊണ്ടല്ല. പിന്നെ അവളെ ഉമ്മ രഞ്ജത്തി, അവളെ ജ്യേഷ്ഠത്തി, അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ എങ്ങനെ പ്രസവിച്ച്, എത്രയെ പ്രസവിച്ചത്, അവരെ തന്നെ അവരും അവരുടെ കുടുംബജീവിതത്തിൽ ഭർത്താവുമായിട്ട് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ അതേ തോത് തന്നെയായിരിക്കും ഇവിടൊന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്നാനം നോക്കുന്നത് അതാണ് എല്ലാ കാര്യങ്ങളും എല്ലാം ഓരോന്നോന്ന് കാണുകയില്ല. അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്നാണ് നിമിഷഭാഗത്തിനോ തങ്ങളുടെ ഉദ്ദേശം. അതാണ് നമ്മുടെ നിഗമനം. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് ഒരാസൂത്രണവും ഇല്ലാതെ കുടുംബാസൂത്രണത്തിന് നടത്തുന്നവരുണ്ടാവും. അവനൊരാസൂത്രണവും ഇല്ല. അവന്റെ ധാരണ എന്താണെന്നറിയോ? അവന്റെ ധാരണ ഞെരുക്കം കുറയണമെങ്കിൽ കുട്ടി കുറയണം എന്നാണ്. ചില തീരെ മക്കളില്ലാത്തവർക്ക് വലിയ പോരാളിമാരാണ്. എന്തൊരു വിട്ടിട്ടാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർക്കുകയാണ് എന്റെ കുട്ടിക്കാലത്തൊക്കെ എത്ര ഞെരുക്കായിരുന്നത്. വലിയ ഞെരുക്കായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ. എന്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രായം ഒരുപാടാണ്. അവരുടെ കുട്ടിക്കാലത്ത് എന്തായിരിക്കും ഞെരുക്കോ, എന്തായിരിക്കും ബുദ്ധിമുട്ട്. ഒരൊറ്റ കുപ്പായം മാത്രം വിവാഹത്തോട് പെട്ടുപോയ എത്ര ആളുകൾ ഇപ്പോഴും ഈ സ്ഥലത്തിലുണ്ടാവും. ഒറ്റ കുപ്പായം മാത്രമേ കാണുന്നു. അതുപോലെ തുടങ്ങി എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു കല്യാണ വീട്ടിൽ, എന്റെ ഓർമ്മയിൽ കല്യാണ വീട്ടിൽ എത്ര ആളുകളാണ് ക്ഷണിക്കാത്തവർ വരിക. ക്ഷണിക്കാത്ത കുറേ ആളുകൾ. എന്നിട്ടോ അവർ ആ കല്യാണ വീട്ടിലുള്ള പ്ലേറ്റ് ഇന്നത്തെ പോലെ അല്ല. ഇപ്പൊ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റില്ലല്ലോ, ഇപ്പൊ കടലാസല്ലേ. ഇപ്പൊ പ്ലേറ്റ് ഇല്ലല്ലോ. എന്നിട്ട് ആ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കഴുകാൻ വേണ്ടി ക്ഷണിക്കാത്ത കുറേ ആളുണ്ടാവും കല്യാണത്തിൽ. അവർ കഴുകാൻ എന്തിനാ കഴുകാനിക്കുന്നത്? അതിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടല്ലോ, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ബാക്കിയുള്ള പ്ലേറ്റിൽ, അതൊക്കെ കൂടി ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ചെമ്പിൽ ഒരു പാത്രത്തിൽ സമാഹരിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനാണ്. അതിനവർ ക്ഷണിക്കാതെ കല്യാണത്തിൽ നിന്നിട്ട് എത്രയോ പ്ലേറ്റുകളിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അങ്ങനത്തെ ഒരൊറ്റ മനുഷ്യനെ നമ്മുടെ നാട്ടിലൂടെ കാണാൻ കഴിയും. അപ്പൊ അതിൽ എത്രയും നമുക്ക് സമ്പത്തുന്നത് എന്താ കാരണം? ആളുകൾ ചുരുങ്ങണ്ട, ആളുകൾ ചുരുങ്ങിയത് ആള് കൂടുതൽ ചെയ്യുന്നത്, ആള് കൂടുതൽ പടച്ചവന്റെ വിശ്വാസത്തിനകത്ത് പോകും. പടച്ചവന്റെ വിശ്വാസത്തിനകത്ത് പോകുന്നു. ലോകത്ത് എത്രത്തോളം ആളുകൾ വർദ്ധിച്ചോ അതിനനുസരിച്ച് അല്ലാഹുവിനെ കൊടുത്ത് ഇവിടെ ലോകത്തിന് വിശാലത ചെയ്തില്ലേ, നിയമം ചെയ്തില്ലേ. ധാരാളം ഇത്രയും വസ്ത്രം മക്കളെ എന്തൊക്കെ കുപ്പായം ചോദിച്ചു എണ്ണം പറയാൻ കഴിയും. വർക്കോച്ചിന്റെ പറഞ്ഞേ ഇതിനകത്ത് കുപ്പായം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് ബോറിന്റെ കുപ്പായം ഇടാൻ വേണ്ടി ചേട്ടന്റെ കുപ്പായം അത് ചെറുതാക്കിയിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളെ കുട്ടികളോടൊന്നാണ് ഒരു കുപ്പായം ചെറുതാക്കണ്ട, ചേട്ടന്റെ കുപ്പായം എനിക്ക് റെഡിയാണ്, അവിടെ അനിയൻ വിട്ടോ തന്നാലോ അവരുടെ ഞാൻ അല്ലേ. പിന്നെ എത്രയാണ് വസ്ത്രം, എത്രയാണ്, എന്താണ് വീട്ടിന്റെ സൗകര്യം, എന്താണ് ഭക്ഷണം, എത്രയാണ് നിയമത്തിൽ. ആള് എണ്ണം കൂടിയതുകൊണ്ട് വല്ല ഞെരുക്കം വന്നിട്ടുണ്ടോ? പക്ഷെ ഒരു വിവരവുമില്ലാത്ത വേണ്ടി അവൻ ഞെരുക്കം കുറയാൻ വേണ്ടിയിട്ട് ഈ പ്രസവം നിർത്താൻ ഞാൻ ഇപ്പോൾ പെണ്ണുങ്ങൾ കൂടുതൽ എണ്ണ വരുന്ന പെണ്ണുങ്ങൾ വരുന്നത് അതോടെ എന്ന് പറയാം. എന്ത് വിട്ടിട്ടാണ് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. കാരണം ഇന്നീ യുബാഹിബിക്കുമുല്ലുമം, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ, അല്ലാഹുവിന്റെ ഹദറത്തിൽ എല്ലാ അമ്പിയാക്കളും അവരുടെ സമുദായവുമായി വരുമ്പോ എന്റെ സമുദായത്തിന്റെ വർധനവ് കാണിച്ച് എനിക്ക് അഭിമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭിമാനിക്കാൻ നമുക്ക് ധാരാളം സന്താനങ്ങൾ ഉണ്ടാകണമെന്നല്ലേ അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെട്ടത്.
ആ നബിതങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, നബിതങ്ങളുടെ ശുപാർശ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ, അവിടുത്തെ അഭിമാനിക്കാൻ വേണ്ടി എനിക്ക് കുറെ കൂടുതൽ സന്താനമുണ്ടാകട്ടെ എന്നെന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലാതെ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ലഭിക്കാൻ വകുപ്പുണ്ടോ? ഇല്ല, ഇല്ല. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ഫലം തുംസിഹിന നിഅമത്തുൽ വഹറത്തി ഔ ബഖലത്തി ഇന്നാ ബിഹാ ഹല്ലൻ ഫീ ദീനിഹി ദുനിയാ ഔ ദുഫിഅ ബിഹാ ഇന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബഖുഹാ. ഏത് നന്മ അതാ മലക്കുകൾക്കോ മനുഷ്യർക്കോ ജിന്നുകൾക്കോ ലോകത്തേത് സൃഷ്ടികൾക്കോ ദീനിലോ ദുനിയയിലോ ആഖിറത്തിലോ എവിടെ എന്ത് നന്മ എത്ര എങ്ങനെ എവിടുന്ന് ആർക്ക് എപ്പോൾ കിട്ടുന്നുണ്ടോ, അതേ ഏത് മുസീബത്ത് തടുത്തു പോകുന്നുണ്ടോ, ഇല്ലാവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബഖുഹാ. അതിന് മുഴുവനും നിമിത്തം കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഓ മുഅ്മിനീങ്ങളെ, ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു ചെയ്യുന്നു. വൽമുർസലാത്തി ഉർഫാ ഫൽഅസിഫാത്തി അസ്ഫാ. അല്ലാഹു തആല കാറ്റുപോലെ സ്പീഡിലതാ വന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളെ പറഞ്ഞേക്കുന്നില്ലേ, കാറ്റിന് തന്നെയും അത് പറഞ്ഞേക്കുന്നില്ലേ. അതുപോലെ തന്നെ നന്മകളുമായി വരുന്ന ധാരാളം മലക്കുകളില്ലേ, അടിച്ചു വീശുന്ന കാറ്റുകളെ പോലെ അവരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന വഹീന്റെ ആശയങ്ങൾ ലോകമൊട്ടാകെ എത്തിക്കാനുള്ള സംവിധാനം കിട്ടിയില്ലേ. ആ മഹാന്മാരായ മലക്കുകൾ അവര് മുഖേനയില്ലേ സർവ്വ നന്മയും തിന്മയും ഇവിടെ അല്ലാഹു തആല നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അവന് അത് ആവശ്യമുണ്ടായിട്ടല്ല, അവൻ മലക്കുകൾക്ക് പവർ നൽകിയതാണ്. എന്നാൽ ആ മലക്കുകൾക്ക് എന്ത് നന്മ കിട്ടുന്നുണ്ടോ അതിനും നിമിത്തമായ എന്ന് പടച്ച റബ്ബ് പറഞ്ഞ അതാ പരിശുദ്ധാത്മാക്കളായ മലക്കുകൾ, ആ മലക്കുകൾക്കടക്കം ഏത് നന്മ കിട്ടുന്നുണ്ടോ അത് മുഴുവനും നിമിത്തമായ അതിൽ മലക്കും പെട്ടു, മനുഷ്യരും പെട്ടു, ജിന്നും പെട്ടു, മൃഗവും പെട്ടു, മനുഷ്യവും പെട്ടു, സത്യവും പെട്ടു, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെട്ടു. ഉൾപ്പെടാത്ത ഒന്നുമില്ല. ആലമീകൾക്ക് മുഴുവൻ അനുഗ്രഹമായി മാത്രം അല്ലാഹു പറഞ്ഞേറ്റ മുഹമ്മദ് റസൂലുള്ളാഹി പറയൂ, നിങ്ങൾക്കാർക്കും ഒരു ഗുണമോ ദോഷമോ ഞാൻ ഉടമയാക്കുന്നില്ല. ഉടമസ്ഥൻ ഒന്നേ ഉള്ളൂ, അവൻ അമ്മയാണ്. എന്നെ എല്ലാ വിഷയത്തിലും സംരക്ഷിക്കുന്നവൻ അമ്മയാണ്. അവനല്ലാതെ എനിക്ക് അതേ കേന്ദ്രമില്ല. നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടോ അത് മുഴുവനും അല്ലാഹു അതിന് തന്നതിൽ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ളതാണ്. നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന നേതാവ് ഞാനാണ്, കൊടുക്കുന്ന ഉടമസ്ഥൻ അമ്മയാണ്. അമ്മയിൽ നിന്ന് എത്തിച്ചു തരുന്ന മധ്യവർത്തിയാണ് ഞാൻ. ആകയാൽ ഇന്നാണ് ആസിരുന്നോ കൊടുക്കുന്ന രാജാവ് ഉടമസ്ഥന് അല്ലാഹ്, അത് വിതരണം ചെയ്യുന്ന നേതാവ് അതേ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസിൽ അതിന്റെ വിവരണം നമുക്ക് കാണാം. അല്ലാഹുവിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന വിവരണം ചെയ്യുന്ന വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ വിഷയത്തിന്റെയും അധികാരത്തിനും ഉടമത്തിനും സർക്കാവും അത് അല്ലാഹു തന്നെ. റസൂലുള്ള ഖൈറാണെന്ന് പറഞ്ഞൊരു തീരുമാനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതൊരു മനുഷ്യൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഫലാ റബ്ബിക ലാ യുഅ്മിനൂൻ, റബ്ബിനെ തന്നെയാണ് സത്യം, അവർ വിശ്വസിക്കുന്നില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت. ഓ നബിയെ, തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം അംഗീകരിക്കുന്നതിൽ ഒരൽപ്പവും വൈമനസ്യമില്ലാതെ ഒരൽപ്പവും നീരസമില്ലാതെ 100% തങ്ങളുടെ തീരുമാനം അംഗീകരിക്കാത്ത കാലത്തോളം വല്ലാഹി മുഅ്മിനല്ല. ഖുർആൻ അങ്ങനെയല്ലേ ചെറുപ്പക്കാരെ പറഞ്ഞത്, അങ്ങനെയല്ലേ മുഅ്മിനാത്തുകളെ ഓർമ്മിപ്പിച്ചത്. ആ അല്ലാഹുവിന്റെ റസൂലിന്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതില്ലേ? കൂട്ടത്തിലൊന്നാണ് ഞാൻ പറഞ്ഞത്, ആനബിങ്ങളെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ എത്രത്തോളം അവിടുത്തെ ഉമ്മത്തുകളിൽ വർധനമുണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് സന്താനങ്ങളുണ്ടോ? നിങ്ങൾ ആ സന്താനങ്ങളെ പോറ്റി വളർത്തുന്നതിൽ എത്രത്തോളം അധ്വാനിക്കുന്നുണ്ടോ? ആ മക്കൾക്ക് കുപ്പായം ഇടിച്ചു കൊടുക്കാനും ആ മക്കളെ കുളിപ്പിക്കാനും ആ മക്കൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും മദ്രസയിൽ കൃത്യമായി എത്തിക്കാനും സ്കൂളിൽ കൃത്യമായി കൊണ്ടാക്കാനും അങ്ങനെ തുടങ്ങി ഓരോ വിഷയത്തിലും നിങ്ങൾ എന്തെല്ലാം അധ്വാനങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ? ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് പഠിച്ചവന്റെ അടുക്കൽ പ്രതിഫലമുണ്ടേ ഉമ്മമാരെ. അത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ ചെറിയ മക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തൊരു സന്തോഷമാണ്, ഖുർആൻ ഓതുമ്പോൾ എന്തൊരു സന്തോഷമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ എന്തൊരു സന്തോഷമാണ്. എന്നെ പടച്ച റബ്ബ് അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന് എന്റെ മരണശേഷവും പറയാൻ എനിക്കിതാ ഞാൻ പ്രസവിച്ചു കിട്ടിയ കുട്ടിയുണ്ടല്ലോ, എന്റെ സന്താനമുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾ ഞാൻ കുറച്ച് മെമ്പർമാരെ ഞാൻ ജന്മം നൽകിയിട്ടുണ്ടല്ലോ. അഭിമാനത്തോടെ പ്രസവങ്ങളെ ഗർഭങ്ങളെ അതാ ഭർത്താക്കന്മാരിൽ നിന്ന് സ്വീകരിക്കണേ ഉമ്മമാരെ. അപ്പോൾ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന കൂട്ടത്തിൽ, ഈമാനില്ലാത്ത കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. അക്കാര്യം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് പോകട്ടെ. പറഞ്ഞു വന്നത് ഗർഭിണിയായ സ്ത്രീക്ക് ഉത്തരവാദിത്തമുണ്ട്. അവളുടെ സ്വന്തം ഉത്തരവാദിത്തം മാത്രമല്ല, ഈ കുട്ടിയെ ആത്മീയമായി വളർത്തേണ്ടതുണ്ട്. അല്ലാഹുവിലേക്ക് കുട്ടിയുടെ മനസ്സ് തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സ്ത്രീ വയറ്റിൽ ഈ കുട്ടിയെ ഇട്ട് പോറ്റുന്ന സമയത്ത് തന്നെ ആ കുട്ടി കേൾക്കുമാർ, ആ കുട്ടിക്ക് ധാരാളം ദിക്ർ കേൾക്കാൻ കഴിയണം. അത് ഗർഭിണികൾ ധാരാളം ദിക്ർ കേൾക്കണം, ധാരാളം ദിക്ർ കേൾക്കണം ഗർഭിണികൾ. ആ കുട്ടി ദിക്ർ കേട്ട് വളരട്ടെ. ഇപ്പോഴെങ്ങനെ ഇപ്പോ എല്ലാ വീട്ടിലും വിക്രൊക്കെ നിർത്തിപ്പോയി. ഇന്നിവിടെ മലപ്പുറത്തിലേക്ക് എനിക്കറിയില്ല, വിക്രൊക്കെ നിർത്തിപ്പോയി, യാസീനോത്ത് നിർത്തിപ്പോയി. മഗ്‌രിബിന്റെ ശേഷം ഉമ്മാമയും ചോദിക്കുന്ന കണ്ണടി എടുത്ത് വെച്ചിട്ട് എല്ലാം പറയാ പെട്ടിയൊന്ന് തുറക്കുന്നില്ല. എന്തിന്? സിനിമ കാണാനേ. സുബ്ഹാനല്ലാഹ്, ഏതൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. യൂഷിക്കു അൻ യഅതിയ അലന്നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു ولا يبقى من القرآن إلا رسمه مساجد عامرة وهي خراب من الهدى علماؤهم شر من تهتديه السماء من غيرهم تخرج الفتنة وفيهم تعود. ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. കാലയെക്കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. എന്താണ് ആ കാലഘട്ടം? ഇസ്ലാമിന്റെ പേരല്ലാതെ അവശേഷിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ റമളാനിലെ 27-ാം രാവ് 29-ാം രാവ് ലൈലത്തുൽ ഖദർ ഏറ്റവും സാധ്യതയുള്ള രാത്രി, ഏറ്റവും ആളുകൾ അല്ലാഹു നരകത്തിൽ മോചിപ്പിക്കുന്ന രാത്രി. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെയൊക്കെ നിന്റെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം റഹ്മാനേ. ആ രാത്രിയിൽ സാലിഹീങ്ങളും മുഅ്മിനീകളും അല്ലാഹുവിനോട് കരഞ്ഞു പറയുന്നു, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അവരതാ അല്ലാഹുവിനെ കാഫുൽ കതുബിൽ അഖ്വാ ഫഅഖു ലിയദ അല്ലാഹുവിന്റെ മാഫിയ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്.
എത്രയോ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് പല സ്ഥലത്തും ദിക്റുചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ദുആ നടത്തുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു, വെവ്വേറെയും ചെയ്യുന്നു. എല്ലാം നല്ലത് തന്നെ. ഒരുപാട് സക്കർമ്മ ചെയ്യുന്നു. നേരം വെളുത്ത് മുസ്ലിമായവരെ പത്രം എടുക്കുന്നു. പത്രം വായിച്ചു നോക്കുമ്പോൾ എന്താ ഉള്ളത്? വിഷമദ്യം കുടിച്ച് കുറെ ആളുകൾ ചത്തുപോയിരിക്കുന്നു, കുറെ ആളുകൾ ആശുപത്രിയിലായിരിക്കുന്നു. ആ കൂട്ടത്തിൽ മുസ്ലിമിന്റെ പേര് ഇപ്പോ റമദാൻ 27 29 വിഷമദ്യം കുടിച്ച കൂട്ടത്തിൽ മുസ്ലിമിന്റെ തീരും. എവിടെയാണ് ഇസ്ലാം എത്തിയത്? എവിടെയാണ് മുസ്ലിമുകൾ എത്തിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയും പകലും കള്ളുകുടിക്കുന്ന മുസ്ലിം യാതൊരു പ്രശ്നം മുസ്ലിമിന്റെ പേരിൽ അവിടെ നമ്മൾ കാണുന്നു. വിഷമദ്യം കുടിച്ചുകൊണ്ട് സർക്കാർക്ക് വരാത്ത പ്രയാസം. എല്ലാ സർക്കാർ ഏത് സർക്കാർ വന്നാലും നിന്നെ ഏതൊരു സർക്കാരിന്റെ ആളാക്കണ്ട, അപ്പൊ ഇത് വഴി നമുക്കില്ല. അതേസമയം ഏത് സർക്കാർ വന്നവരും സഹോദരന്മാരെ കള്ളു കുടിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. വിഷമദ്യം കുടിക്കരുത്, കള്ളിന്റെ വിഷയം ഇതിനായിട്ട് നിങ്ങളെ ചേർക്കേണ്ട ആവശ്യം. ഇതിന് വിഷമത വിഷമെന്തിനാ പറയാ? ആത്മാവിനും ശരീരത്തിനും മനസ്സിനും കേടുവരുന്ന സാധനത്തിന്റെ പേരല്ലേ വിഷമം. അതിലേ വിഷമം വരുന്നത് കള്ളുപിടിച്ചാണ്ടാവുന്ന ഡോക്ടറല്ലേ? കള്ളുപിടിച്ച ആരോഗ്യം ഉണ്ടാവുന്ന ഡോക്ടറാണ്. അയാളെ പേരൊന്നും കേട്ടെ. കള്ളുപിടിച്ചാൽ ആരോഗ്യം വർദ്ധിക്കുന്നു തന്നെ ഡോക്ടറാണ്. നേരോ ഡോക്ടർ പറഞ്ഞു കള്ളുകൂടി കൊണ്ട് നാശം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിദഗ്ധനായ ഒരു വ്യക്തിയാരാ? ഒരു ബുദ്ധിയുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്. കള്ളുകൂടിയുടെ വിഷം എത്രയാ? കുടിക്കുന്നവർ മാത്രം ഇപ്പൊ പറയാൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്. കുടിക്കുന്നവൻ കുടുങ്ങി. കാരണം അവൻ നടത്തം തന്നെ റെഡിയാവില്ല. സീബോ ഹിമാബിനോട് ഒരാൾ ചോദിച്ചാൽ രാമൽ പെങ്ങനെയായിട്ടുണ്ട്. നമുക്ക് കള്ളുട്ട് നടത്തുമ്പോഴാണ് രാമൽ പേരും അങ്ങനെയാണ്. ഒരു കാര്യം വെച്ചാൽ മറ്റേ കണ്ടാക്കിയിട്ടുള്ളത്. ആ മാതിരി നടത്താൻ ഫലമതിയാവില്ല. ബുദ്ധി അവരുടെ പോയി ഉമ്മാനോട് പറഞ്ഞ ഭാര്യയോട്, ഉമ്മാനോട് പറഞ്ഞ ഭാര്യയോട്, ഭാര്യയോട് പറഞ്ഞ ഉമ്മാനോട്, പാപ്പാനോട് പറഞ്ഞ ഭാര്യയോട്, ഉമ്മാനോട് പറഞ്ഞ പാപ്പാനോട്. ബുദ്ധി പോയി. ശരീരമോ ശരീരത്തിന് ക്യാൻസർ രോഗം വിളിച്ചു. ഒരുപാട് രോഗം വന്നു. എന്റെ ചെറുപ്പക്കാരെ തീർന്നോ? ഇല്ല. നാശങ്ങൾ കുറച്ച എന്റെ ജീവൻ കയറി വന്നിട്ടതാ. ഞാൻ ഒരു സ്ത്രീ പൊട്ടിക്കരയാണ്. കരഞ്ഞിട്ട് പറയാണ്, ഉസ്താദേ വീട്ടിൽ വന്നിട്ട് കള്ളു കുടിച്ച് വന്നിട്ട് വല്ലാത്ത പ്രയാസം, മക്കൾക്കും പ്രയാസം, ഞങ്ങൾക്കും പ്രയാസം. ഉസ്താദ് എന്താ ഞാൻ വേണ്ടത്? അള്ളാഹുത്തല ആ കള്ളുകുടിച്ചിട്ട് കള്ളുകുടിച്ചിട്ട് പ്രയാസം കൊണ്ട് സങ്കടപ്പെട്ടാവും. ഞങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ കഴിയും? നിനക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത കാര്യമുണ്ടോ? ആ മനുഷ്യന്റെ മനസ്സ് നന്നാക്കി കള്ളുകുടിയുള്ള അദ്ദേഹത്തെയും അതുപോലെ ഞങ്ങൾ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകൾ വിമോചിപ്പിക്കണം. റഹ്മാനെ. ചെറിയ വിഷയമാണോ സഹോദരന്മാരെ? നെജസല്ലേ കള്ളു? ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കണം. നെജസല്ലേ കള്ളു? ഏത് നെജസ്? കാഴ്ചത്തെക്കാൾ ഗൗരവമുള്ള നെജസല്ലേ? മൂത്രത്തെക്കാൾ ഗൗരവമുള്ള നെജസല്ലേ? ഇപ്പൊ പറയാൻ സമയമില്ല. നിങ്ങൾ നോക്കും, കാട്ടിച്ചാലും മൂത്രമൊഴിച്ചാലും നിങ്ങളൊക്കെ വെള്ളം ചെയ്ത് വെച്ചതല്ലേ? കല്ലുകൊണ്ട് മെനയിക്കുക എന്നാ പറഞ്ഞിട്ടോ? കല്ലുകൊണ്ട് മെനയിക്കുക, കട്ട കൊണ്ട് മെനയിക്കുക, തുണി കൊണ്ട് മെനയിക്കുക, വീഴച്ചുകൊണ്ട് കടലാസുകൊണ്ട് മെനയിക്കാൻ മെനേണ്ട. നിന്റെ മെന തുടച്ചാൽ മതി. അതെ, അതിന് നിബന്ധന പ്രകാരം തുടക്കണം. ആ നിബന്ധന പ്രകാരം തുടച്ചാൽ മതി. എപ്പോ? കാട്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്ത മലവും മൂത്രവും ശുദ്ധീകരിക്കാൻ, എന്നിട്ട് നിസ്കരിക്കാനേ തുടച്ചാൽ മതി. എന്നാ നിങ്ങളോട് ആലോചിച്ച് നോക്കൂ. ഒരു കുറ്റി കള്ള് ഒരു മനുഷ്യന്റെ കൈമറ്റുള്ളിൽ ഇറ്റിപ്പോയി, അല്ലെ കുപ്പായത്തിൽ ഇറ്റിപ്പോയി, അത് ഉണങ്ങിപ്പോയി, അതിന് മണമില്ല, രുചിയില്ല, നിറയില്ല, ഒന്നുമില്ല. എന്നാ അവന് നിസ്കരിക്കാൻ പറ്റുമോ? 1000 തുണിയെടുത്ത് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റുമോ? 1000 കട്ടെടുത്ത് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റുമോ? 1000 കല്ലുകൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. കഴിയാലോ. അത്ര ഗൗരവമുള്ള സാധനമാണ്. അത്ര ഗൗരവമുള്ള സാധനമാണ്. ഇനി ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഒരു കോഴി പറന്നു വന്ന് ബക്കറ്റ് വെള്ളത്തിൽ വീഴും. അപ്പൊ കോഴിയുടെ മത്സരത്തിന് മേശത്താവത്തില്ല. കാരണം കോഴി മനക്കില്ലല്ലോ. ഇല്ലേ? കോഴി എവിടെ വീഴുന്നല്ലോ? ബാത്റൂമിൽ വെള്ളം വെച്ച് കയറുന്നത് ഇല്ലല്ലോ. അപ്പൊ അതിന്റെ മത്സരത്തിന് മരം ഉണ്ടാവുന്നോ? പിന്നെ അതുകൊണ്ട് ആ ബക്കറ്റിലെ വെള്ളം മേശാവൂല്ലേ? 10 വീട് മത്സരത്ത. അതുകൊണ്ട് ആ വെള്ളം മേശാവൂല്ലേ? 10 വീട് എന്ത് പറഞ്ഞു? അതിന് വിട്ടുവീഴ്ച. അതിന് വിട്ടുവീഴ്ച. ആ ബക്കറ്റ് വെള്ളത്തിൽ വിട്ടുവീഴ്ച. ആ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതിന് പറ്റില്ല. അപ്പൊ എന്താ? കോഴിക്കാട്ടത്തിന് മുമ്പ് ചെറിയ വിട്ടുവീഴ്ച, ഛർദ്ദിച്ചതിന് വിട്ടുവീഴ്ചയുണ്ട്. സ്ത്രീകൾ ചെറിയ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുല കൊടുക്കുന്ന കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കും. അതിന് തൊള്ള കഴുകാനൊന്നും കഴിയില്ല. ഇനി അള്ളാഹുവിന്റെ വെള്ളാക്കി കൊടുത്തിട്ട് അതും കൂടി നിർത്താനല്ലാതെ ആ കുട്ടീനെ തൊള്ള കഴിയാനും കഴിയും. അപ്പൊ ഈ കുട്ടി ഉമ്മയുടെ മുല പിടിക്കുന്നു. ഉമ്മയുടെ മുല പിടിക്കുമ്പോൾ മലയിൽ നിന്ന് ഛർദ്ദിയായില്ലേ? തൊള്ളയിൽ നിന്ന് ഛർദ്ദിയായില്ലേ? ഛർദ്ദിച്ചതിനനുസരിച്ചല്ലേ?
പക്ഷെ ആ ഉമ്മക്ക് മുല കഴിവാതെ തന്നെ നിസ്കരിക്കാം. ഉമ്മാക്ക് മാത്രമുള്ള വിട്ടുവീഴ്ചയായിട്ടോ വേറെ ആർക്കും വിട്ടുവീഴ്ചയില്ല, വേറെ ആർക്കും പരിപാടിയില്ലല്ലോ. അപ്പൊ ഇരിക്കട്ടെ, അപ്പോ മുല കുടിക്കുന്ന ഉമ്മ കുട്ടിയുടെ തൊള്ളയിലെ ഛർദിക്ക് വിട്ടുവീഴ്ചയുണ്ട്, ഒരു സ്ഥലത്തെങ്കിലും വിട്ടുവീഴ്ചയുണ്ട്, കോഴിക്കാട്ടത്തിന് വിട്ടുവീഴ്ചയുണ്ട്, മനുഷ്യന്റെ കാട്ടത്തിനും മൂത്രത്തിനും വരെ വിട്ടുവീഴ്ചയുണ്ട്. എന്നാൽ കള്ളിന്റെ റാക്കിന്റെ, ബ്രാൻഡിയുടെ, വിസ്കിയുടെ, കള്ളിന്റെ, ബാറിന്റെ, യൂരിന്റെ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, ലഹരിയാണോ വിട്ടുവീഴ്ചയില്ലാത്ത നജസാണ്. ഈ നജസ് എങ്ങനെ മുസ്ലിമായ മനുഷ്യൻ കുടിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനി ഞാൻ പറയട്ടെ, ആ നജസ് കുടിച്ചാലോ സഹോദര ക്യാൻസർ ഉണ്ടാകുമെന്ന് മാത്രമാണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള മുഴുവൻ സർക്കാരുകളും കള്ളുകുടി വിരോധിക്കാൻ പഠിക്കുന്നതിന്റെ കാരണം ടാക്സ് കിട്ടുന്നത് കുറഞ്ഞു പോകുന്നതാണ് അവരുടെ കാഴ്ചപ്പാട് പോൽ. ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളുകുടി കൊണ്ടുണ്ടാകുന്ന നാശത്തിന്റെ പേരിൽ സർക്കാരുകൾ ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു ചെറിയ ശതമാനം പോലും വാസ്തവത്തിൽ ടാക്സ് കിട്ടുന്നില്ല. പക്ഷേ ചിന്തിക്കാനൊരു സർക്കാരും തയ്യാറില്ല. നിങ്ങൾ നോക്കൂ, റോഡപകടങ്ങളിൽ ഏകദേശ റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏകദേശ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏകദേശ പ്ലെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏകദേശ തല്ലുമുടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏകദേശ ആത്മഹത്യകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏറെക്കുറെയുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് എന്തിന്റെ പേരിലാണ്? ചോദിക്കട്ടെ, കണ്ണു കുടിച്ച് വണ്ടി ഓടിച്ചിട്ട് എത്ര പേരാ ആക്സിഡന്റ് ആയത്? എത്ര പേരാ അപകടത്തിൽപ്പെട്ടത്? എത്ര കുടുംബമാണ് അതാ അനാഥമായത്? എത്ര സ്ത്രീകളാണ് അതാ വിധവകളായത്? എത്രയെത്ര വണ്ടികളാ നശിച്ചത്? എത്രയെത്ര വാഹനങ്ങളാ തകർന്നത്? എത്ര ആശുപത്രികളാ നിറഞ്ഞത്? അതേ ചോദിക്കട്ടെ, കള്ളും കുടിച്ചിട്ട് ദേവാലയത്തിൽ പോയിട്ട്, കള്ളും കുടിച്ച് മാപ്പിള മുസ്ലിം കള്ളും കുടിച്ച് ദേവാലയത്തിൽ അമ്പലത്തിൽ പോയി എന്തിന്? ചില ആളുകൾ പോകേണ്ടത് എവിടെയാണെന്നൊരു ബോധവുമില്ലാത്തവർ, മുസ്ലിമേ നീ പോകേണ്ടത് അന്യന്റെ ദേവാലയത്തിലല്ല, അമ്പലത്തിലല്ല. ചില സ്ത്രീകളും ചില പുരുഷന്മാരും മലപ്പുറം ജില്ലയിൽ ഉണ്ടാവില്ല, ഞാൻ മനസ്സിലാക്കുന്നത്. കാസർഗോഡ് ഞാൻ സ്ഥലത്ത് വാതിൽ പോയി, ഇവിടെ കുറെ പെണ്ണുകൾ പകുതി ധരിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഞാൻ സ്റ്റാൻഡിൽ അവിടെ ആനി ചെയ്താൽ ചെറുത്താൻ, ചെറുത്താന്റെ പേര് ആലീന, അപ്പൊ മുസ്ലിമിന്റെ പേര് അത് കാണാൻ പോകാൻ ആദ്യം ഇന്നാരില്ലാതെ വൈകുന്നേരം ഈ രാജ്യത്തിൽ എന്തൊക്കെ ജനങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളെ, നിങ്ങൾ അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ തന്നെ വില തീർന്ന് പഠിച്ച നിങ്ങൾ പിന്നെ എങ്ങനെ ഈ അമ്പലത്തിലേക്ക് പോകുന്നത്? അമ്പലത്തിലെ ഉത്സവം കാണാൻ പോകുന്നത് പറ്റുമോ? അതുപോലെ മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാണ് അമ്പലത്തിലെ ഉത്സവം കാണാൻ പോകുന്നത്? നിനക്ക് പള്ളിയിൽ പോയാൽ പോരെ, നിനക്ക് അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് അമ്പലത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ഉത്സവത്തിന് വേണ്ടി പോകുമ്പോൾ നീ വർഗീയവാദിയാകരുത്. ഒരു ഹിന്ദുവിന്റെ അമ്പലത്തിൽ പോകുന്ന നീ കല്ലെറിയരുത്, നീ ചീത്ത പറയരുത്, തെറി പറയരുത്, റോഡ് മോക്കാക്കരുത്. അത് നിനക്ക് ആവശ്യമില്ലാത്ത പണിയാണ്, പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ വർഗീയത ഉണ്ടാക്കരുത്. അതേ സമയത്ത് നിന്നോട് കൽപ്പിക്കപ്പെട്ടത് പള്ളിയിലേക്ക് പോകാനാണ്, അമ്പലത്തിൽ പോകാനല്ല. മുസ്ലിമേ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് നീ പോകേണ്ടത് എവിടെയാണ്? അള്ളാഹുവിലേക്കാണ് നീ പോകേണ്ടത്. അപ്പൊ നീ അള്ളാഹുവിനോട് തൗബ ചെയ്തോ, പടത്തറപ്പിന് മുമ്പിൽ സൽക്കർമ്മം ചെയ്തോ, ഖുർആൻ ഓതിക്കോ, പ്രാർത്ഥിച്ചോ, സലാത്ത് ചൊല്ലിക്കോ, ഈ മഹാന്മാരെ സമീപിച്ചോ, ഔലിയാക്കളെ മഖ്ബറ സിയാറത്ത് ചെയ്തോ, പണ്ഡിതന്മാരോട് അതാ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞോ, സംഘന്മാരോട് ദുആ ചെയ്യാൻ പറഞ്ഞോ. ഇനി ആരെങ്കിലും നിനക്ക് വല്ല ദിക്റും വേണ്ടി തന്നാൽ നീ വാങ്ങിക്കെത്തിക്കോ, അല്ലെങ്കിൽ നിനക്ക് ദിക്റ് പറഞ്ഞു തന്നാൽ നീ ചൊല്ലിക്കോ, അല്ലെങ്കിൽ നിനക്ക് സലാത്ത് പറഞ്ഞു തന്നാൽ നീ പരിപാടിക്കോ, ഖുർആൻ ഓതാൻ പറഞ്ഞാൽ നീ ചെയ്തോ. പക്ഷെ പറയുന്നവൻ നല്ലവനെ ഇരിക്കണം, അതിന്റെ ഓർമ്മയിൽ വേണം.